നിന്റെ കെട്ടിയോളാ. നീ ആശുപത്രി കിടന്നിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഓ, അതിലെനിക്കൊരു പരാതിയില്ല അമ്മേ. എന്റെ പരാതി അത്രയും എന്റെ ആവശ്യം നിങ്ങൾ ആരും കണ്ണനോട് പറയാത്തതാ. ഓ, നീ ഇങ്ങോട്ട് വാ, വിളിച്ചോണ്ട് വാടാ. ഓ, ഓ, ഓ. ആ, കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. അതെന്നും അങ്ങനെ തന്നെയാണല്ലോ. എടി മോഹിനി, നിനക്കെങ്കിലും പോയി പറഞ്ഞുകൂടായിരുന്നോ കണ്ണനോട് അവന്റെ അച്ഛനെ ലോറി ഇടിച്ചു കൊന്നത് ഞാനാണെന്ന്? ഇടി ആ അപകടത്തിലാണ് നിന്റെ മരുമോൻ വീൽ ചെയറിലായതെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോന്ന്? കുറച്ചു ദിവസം മുമ്പ് അമ്മയും മോളും കൂടെ ഇതൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പതേ അപകടം ഉണ്ടാക്കിയെന്ന് തന്നെ വിളിച്ചു പോയിക്കൊണ്ട് നടക്കുക. ഞാനാണേ ബൈക്കിൽ ലോറി ഇടിപ്പിച്ചത്, ഞാനാണേ ബൈക്കിൽ ലോറി ഇടിപ്പിച്ചെന്നും പറഞ്ഞ. അത് സത്യല്ലേ? നിന്റെ മരുമോൻ അത് അറിയായിരുന്ന വിശ്വനാഥൻ എന്നെ വിട്ടു പോത്തില്ലടി. അവൻ മരിച്ചെങ്കിലും ഈ ഭൂമി വിട്ട് പോയിട്ടില്ല മോഹിനി. രാത്രി ആയാലുണ്ടല്ലോ, ദേ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നവരാ അവൻ സംസാരിക്കുന്നേ. അതുകൊണ്ടാടി നിന്റെ മരുമകന്റെ കുടുംബത്തിൽ വെച്ച് പൂജ നടത്തിയത്, വിശ്വനാഥനെ ഒഴിപ്പിച്ചു വിടാനായിട്ട്. ആ സമയത്താ ഒരു ഗുണ്ട വന്ന് എല്ലാം തട്ടിത്തെറിപ്പിച്ച് ദൂരെ കളഞ്ഞത്. കണ്ണി കണ്ട കള്ള മന്ത്രവാദികൾ പൂജ നടത്തിയ ആത്മാവ് ഒഴിഞ്ഞു പോവോ? ആ മന്ത്രവാദിയുടെ മേൽവിലാസം നീ എനിക്ക് തന്നാ മതി. അങ്ങനെയാണെങ്കിലേ അവന്റെ ദേഹത്തൂടെ ലോറി കയറ്റി ഞാൻ ഇറക്കിക്കോളാം. അങ്ങനെയല്ലടാ. എന്നിട്ട് വേണം അവൻ നിന്റെ കൂടെ കൂടാൻ. മര്യാദക്ക് അകത്ത് പോയി കിടക്കടാ. പോടാ, വിളിച്ചോണ്ട് വെച്ചു വേക്കി തരും. പോടാ, നോക്കിക്കൊണ്ട് നിൽക്കാവൂ. രാവിലെ സംസാരിക്കാൻ വന്നിരിക്കുന്നു. നീ എന്തിനാണ് തിരിഞ്ഞു നിൽക്കുന്നത്? എടി മോഹിനി, ഞാൻ ആശുപത്രി കിടന്നപ്പോഴേ കണ്ണൻ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ കരുതിയതാ. പക്ഷെ ആ പരിസരത്ത് പോലും വന്നില്ല. നിനക്ക് അങ്ങോട്ട് പോയി അവനോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ചു പറ കണ്ണനോട് ഇങ്ങോട്ടൊന്ന് വരാൻ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവനോട് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. അതിനായിട്ട് ഇനി ആരും ബുദ്ധിമുട്ടണ്ട. എടാ, ഒരു കൊച്ചിനെ നീ കമലേശ്വരത്തേക്ക് കെട്ടിച്ചു വിട്ടിട്ടാ നിന്റെ മരുമോന്റെ അച്ഛനെ നീയാണ് കൊന്നതെന്ന് പറയാൻ പോകുന്നത്. എടാ, കണ്ണൻ മാത്രമല്ല വിശ്വനാഥന് മോനായിട്ടുള്ളത്. നീ ചത്തുപോയവന്റെ മോനാ. സ്വന്തം അച്ഛനെ കൊന്ന കൊലയാളിയാണ് അവന്റെ അമ്മായി അച്ഛനായ നീയെന്നറിഞ്ഞ. എടാ പിശാചേ, അവൻ കണ്ണന്റെ കൂടെ ചേരുവടാ. നിന്റെ മോളെ ഇവിടെ കൊണ്ടുവന്നാക്കും അവൻ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇനി എന്റെ മോളുടെ ജീവിതം ഇല്ലാതായാലും ശരി, വിഷ്ണുവിനോട് കൊടുത്ത വാക്ക് എനിക്ക് പാലിച്ചേ പറ്റൂ. ആ, ഞാൻ ആണാണെങ്കിൽ കണ്ണനെ ഞാൻ അറിയിക്കും അവന്റെ അച്ഛന്റെ കൊലയാളി ഞാനാണെന്ന്. എന്തേ ഓ, അയ്യോ, അയ്യോ, എനിക്ക് വയ്യ. ആ അപകടത്തിന് കർണമോളല്ല, നിന്റെ മോളാണ് സാക്ഷി, നിന്റെ മൂത്ത മോള്. എന്നിട്ട് അവൾ ഇതുവരെ കണ്ണനോട് ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അവൻ ചിലപ്പോ സത്യങ്ങൾ അറിയുമ്പോ അത് സഹിച്ചെന്ന് വരില്ലടി. അതുകൊണ്ട് ആ പോയവന്റെ വായി മൂടിക്കെട്ടേണ്ടത് നിന്റെ മോളുടെയും കൂടെ ആവശ്യമാ. അത്തരം ഭീഷണിയൊന്നും വേണ്ട കേട്ടോ. എന്റെ മോളുടെ ജീവിതം തകരൂന്ന് കരുതിയിട്ടല്ല, കരുണയുടെ ദാമ്പത്യം അതോടെ തകരൂന്ന് കരുതിയിട്ടാ ഞാനും ലക്ഷ്മിയും ആ അപകടത്തെ പറ്റി ആരോടും പറയാതിരുന്നത്. അല്ലെങ്കിൽ തന്നെ ഉണ്ണിയും കരുണയും രണ്ട് ദിക്കിലാ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് വല്ലാത്തൊരു ചതിയായി പോയി. നീയും നിന്റെ മോളും കൂടെ പ്രാർത്ഥിച്ചാണ് എന്റെ മോനെ വട്ടനാക്കിയത്.